നമസ്കാരം, ഞാൻ രേവതി ഉദയൻ. ഇന്ത്യയിലേക്ക് എത്തുന്ന വിദേശ നാണ്യത്തിന്റെ വലിയൊരു ഭാഗവും സംഭാവന ചെയ്യുന്നത് പ്രവാസി ലോകത്തു നിന്നാണ്. ഗൾഫ് രാജ്യങ്ങളുടെ എണ്ണം എടുത്താൽ ജോലി ചെയ്യുന്നവരിൽ വലിയൊരു വിഭാഗം ഇന്ത്യക്കാരാണെന്നത് ഉറപ്പാണ്. ഇപ്പോൾ പഹൽഗാം ഭീകരാക്രമണത്തോടെ ഇന്ത്യയും പാകിസ്ഥാനും അതിഭീകര ശത്രുക്കളായി മാറിക്കഴിഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂറും സിന്ധു നദീജല കരാറിന്റെ മരവിപ്പിക്കലും ഇന്ത്യ നടത്തിയതോടെ പാകിസ്ഥാൻ പ്രതിസന്ധിയിലായി. സൈനികപരമായും സാമ്പത്തികപരമായും പാകിസ്ഥാൻ തകർന്നു തരിപ്പണമായി കയ്യിൽ ഭിക്ഷാപാത്രവും പിടിച്ചു നിൽക്കേണ്ട അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ടു പോകുന്നത്. മാത്രമല്ല, മറ്റു പല രാജ്യങ്ങളും പാകിസ്ഥാനെതിരെ പ്രത്യക്ഷ യുദ്ധം കൂടി പ്രഖ്യാപിച്ചത് പാകിസ്ഥാനെ കൂടുതൽ സാമ്പത്തികമായി തകർത്തു. എന്നാൽ ഇപ്പോൾ പാകിസ്ഥാന് പുത്തൻ പ്രതീക്ഷ നൽകിക്കൊണ്ട് ചേർത്തു പിടിക്കുകയാണ് കുവൈറ്റ് നഗരം. പാകിസ്ഥാനിലെ ജനങ്ങൾക്ക് പച്ചപിടിക്കാനുള്ള പുത്തൻ പ്രതീക്ഷകൾ കുവൈറ്റ് നൽകുമ്പോൾ ഇന്ത്യക്കാർക്ക് അത് തിരിച്ചടിയായി മാറാനുള്ള സാധ്യതകളുമുണ്ട് എന്നാണ് വിലയിരുത്തൽ. നിരവധി മലയാളികൾ ഉൾപ്പെടെ ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർ ജോലി ചെയ്യുന്ന GCC രാജ്യമാണ് കുവൈറ്റ്. വിദേശികളുടെ എണ്ണം കുറയ്ക്കണമെന്ന് ഏറെക്കാലമായി സ്വദേശികളിൽ ഒരു വിഭാഗം ആവശ്യമുന്നയിക്കുന്ന രാജ്യം കൂടിയാണിത്. അടുത്ത കാലത്തായി ഓരോ മേഖലയിലും സ്വദേശികളുടെ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കാൻ കുവൈറ്റ് ഭരണകൂടം ശ്രമിക്കുന്നുണ്ട്. അതിനിടെയാണ് കുവൈറ്റ് നിർണായകമായ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. പാകിസ്ഥാൻ പൗരന്മാർക്കുള്ള വിസ നിരോധനം നീക്കിയിരിക്കുകയാണ് കുവൈറ്റ്. കഴിഞ്ഞ 19 വർഷമായി തുടരുന്ന വിസ നിരോധനമാണ് ഇപ്പോൾ നീക്കിയത്. സുരക്ഷാ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, സിറിയ എന്നീ രാജ്യങ്ങൾക്കുള്ള വിസ കുവൈറ്റ് നിരോധിച്ചിരുന്നത്. വിസ നിരോധനം നീക്കിയതോടെ പാകിസ്ഥാൻ പൗരന്മാർക്ക് കുവൈറ്റിലെ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കാനുള്ള തടസ്സങ്ങൾ നീങ്ങി. മികച്ച യോഗ്യതയുള്ള ജോലിക്കാരെ കുവൈറ്റ് തേടുന്നുണ്ട്. ഈ വേളയിൽ കൂടിയാണ് പാകിസ്ഥാന് ഇളവ് നൽകിയിരിക്കുന്നത്. പാകിസ്ഥാനിൽ നിന്നുള്ള പ്രൊഫഷണലുകളെ റിക്രൂട്ട് ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. പാകിസ്ഥാൻകാർ ആരോഗ്യം, എണ്ണ എന്നീ മേഖലകളിലേക്ക് കൂടുതലായി ജോലിക്ക് എത്തിയേക്കുമെന്നാണ് വിവരം. ആദ്യഘട്ടമായി 1200 നഴ്സുമാരെ പാകിസ്ഥാനിൽ നിന്ന് ജോലിക്കെടുക്കാൻ കുവൈറ്റ് നടപടികൾ തുടങ്ങി. ഇത് മലയാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് പരോക്ഷമായ തിരിച്ചടിയാണ്. കാരണം കുവൈറ്റിലെ ആരോഗ്യ സേവന രംഗത്ത് നിരവധി മലയാളികൾ ജോലി ചെയ്യുന്നുണ്ട്. പാകിസ്ഥാൻകാർ കൂടുതൽ എത്തിയാൽ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് അവസരം കുറയുക സ്വാഭാവികം. പാകിസ്ഥാൻകാർക്കുള്ള എല്ലാ വിസയും കുവൈറ്റ് പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ജോലി, കുടുംബ വിസ, ടൂറിസ്റ്റ് വിസ, ബിസിനസ് വിസ എന്നിവയ്ക്ക് വേണ്ടിയെല്ലാം ഇനി പാകിസ്ഥാൻകാർക്ക് അപേക്ഷിക്കാം. ഈ അവസരം പാകിസ്ഥാനിലുള്ള പ്രൊഫഷണലുകൾ മുതലെടുക്കുമെന്നാണ് പ്രതീക്ഷ. പാകിസ്ഥാനുമായി സാമ്പത്തിക വ്യാപാര സഹകരണം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗം കൂടിയാണ് കുവൈറ്റിന്റെ പുതിയ തീരുമാനം. കുവൈറ്റിന്റെ നടപടിയെ പാക് അംബാസഡർ സഫാർ ഇഖ്ബാൽ സ്വാഗതം ചെയ്തു. പാകിസ്ഥാനും കുവൈറ്റും തമ്മിൽ വ്യാപാരം ശക്തിപ്പെടുത്താൻ തീരുമാനവുമായിട്ടുണ്ട്. അടുത്തിടെ ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികൾ വിഷയം ചർച്ച ചെയ്തിരുന്നു. ഗൾഫ് രാജ്യങ്ങളുമായി കൂടുതൽ സഹകരിച്ച് പ്രവർത്തിക്കാൻ പാകിസ്ഥാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനുവേണ്ടി പ്രത്യേക സമിതി പാകിസ്ഥാൻ രൂപീകരിക്കുകയും ചെയ്തു. അതേസമയം ഇന്ത്യയുമായും അടുത്ത സൗഹൃദം നിലനിർത്തുന്ന രാജ്യമാണ് കുവൈറ്റ്. പഹൽഗാം ആക്രമണത്തെ തുടർന്ന് ഇന്ത്യൻ MPമാരുടെ സംഘം കുവൈറ്റ് സന്ദർശിച്ചിരുന്നു. പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ നടത്തുന്ന നീക്കങ്ങൾ കുവൈറ്റ് ഭരണകൂടവുമായി ഇന്ത്യൻ പ്രതിനിധികൾ പങ്കുവയ്ക്കുകയും ചെയ്തു. പാകിസ്ഥാനെ FATFന്റെ ഗ്രേ ലിസ്റ്റിൽ വീണ്ടും ഉൾപ്പെടുത്തണമെന്ന് അസദുദ്ദീൻ ഉവൈസി കുവൈറ്റിൽ വെച്ചാണ് ആവശ്യപ്പെട്ടത്. ഇതിനു പിന്നാലെയാണ് എന്നാൽ പാകിസ്ഥാനെ കൂടുതൽ അടുപ്പിക്കാൻ കുവൈറ്റ് തീരുമാനിച്ചിരിക്കുന്നത്.